വെല്ലിമ്മച്ചിയുടെ നിർദ്ദേശപ്രകാരം നെയ്യ് ഉണ്ടാക്കാനുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മുടെ ചാനലിൽ വന്നത്. നെയ്യ് ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. എന്തായാലും ഇത് കണ്ടിട്ട് ഓടിപ്പോയി ഉണ്ടാക്കിക്കോട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ പാല് നല്ലോണം തിളപ്പിക്കണം. നല്ലോണം തിളപ്പിച്ച പാലിൻ്റെ പാട ദേ ഇതുപോലെ പൊങ്ങി വരും. ഇതുപോലെ പൊങ്ങി വന്ന പാട ദേ ഇതുപോലെ മാറ്റി വെക്കുക. ഇത് ഏകദേശം ഒരാഴ്ചത്തെ പാടയുണ്ട്. അപ്പം ഇതിങ്ങനെ വെച്ചതിന് ശേഷം നമ്മളിത് ഇങ്ങനെ മിക്സിയിലേക്ക് എടുത്തിടുകയാണ്. ചെറുതായിട്ടൊന്ന് കണ്ടിച്ചിട്ട് ഒന്ന് മിക്സിയിലേക്ക് എടുത്തിടുക. അപ്പോൾ നമുക്ക് ഒന്ന് പയ്യെ മിക്സിയിലേക്ക് എടുത്തിടാം. കൈകാര്യം ചെയ്യുന്നതൊക്കെ വെല്ലിമ്മച്ചിയാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് സ്ലോ ആണ്. ഇതൊന്നും ചെയ്ത് അത്രയ്ക്ക് വലിയ പരിചയമൊന്നും എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ വെല്ലിമ്മച്ചിയോട് തന്നെ പറഞ്ഞു, വെല്ലിമ്മച്ചി തന്നെ ചെയ്തോളാം. അപ്പോൾ ഇന്നത്തെ മൊത്തം പരിപാടിയും വെല്ലിമ്മച്ചി തന്നെ കേട്ടോ. നമ്മൾ ജാറിലേക്ക് കുറച്ച് വെള്ളം ഇതുപോലെ ഒഴിച്ചെടുക്കുക. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല തണുത്ത വെള്ളം നോക്കി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അത് അടച്ച് പയ്യെ മിക്സിയിലേക്ക് വെച്ചിട്ട് പയ്യെ ഒന്ന് അടിച്ചെടുക്കുക. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പം കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം നോക്കണം കേട്ടോ, വെള്ളം കുറച്ച് കൂടി നിന്നാൽ മതി. എന്നിട്ട് ഇതുപോലെ അങ്ങോട്ട് അടിച്ചോളുക. നമുക്ക് തുറന്ന് നോക്കുമ്പോൾ ഇതുപോലെ കട്ട പൊങ്ങിക്കിടപ്പുണ്ട്. ഈ പൊങ്ങിക്കിടക്കുന്ന പാട മാത്രമായിട്ട് നമ്മൾ എടുക്കുള്ളൂ, ആ വെള്ളം നമ്മൾ എടുക്കില്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് പാട ഒന്ന് മാറ്റിയെടുക്കണം. ഇതൊക്കെ ഭയങ്കര സൂക്ഷിച്ച് ചെയ്യണം കേട്ടോ. ഉടച്ച അവസാനം പാട എല്ലാം കൂടെ വെള്ളത്തിൽ മിക്സായി പോലെ. അപ്പോൾ നമുക്ക് പയ്യെ ആ പാട ഇങ്ങനെ എടുത്ത് ആ ഉള്ള വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് പിഴിഞ്ഞ് കഴിഞ്ഞ് നമുക്ക് അങ്ങോട്ട് ഇടുക. അപ്പോൾ ഇത് വെച്ചാണ് നമ്മൾ നെയ്യ് ഉണ്ടാക്കി എടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഒരു റൗണ്ട് അടിച്ച് ഇനി ബാക്കി ആ വെള്ളമൊക്കെ നമുക്ക് കളഞ്ഞേക്കുക. വെള്ളമൊന്നും നമുക്ക് വേണ്ട. അടുത്ത ട്രിപ്പ് അടിക്കാൻ പോവാണ്. ഇപ്പോൾ ഒരാഴ്ചത്തെ സാധനമാണിത്. ഒരാഴ്ച കൊണ്ട് എന്തോരം നെയ്യ് ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം എന്തായാലും. അപ്പോൾ എന്തായാലും അതും വടിച്ച് മിക്സി ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം അതുപോലെ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം നല്ല തണുത്ത വെള്ളമായിരിക്കണം കേട്ടോ, എന്നാലേ ഇത് പൊങ്ങി വരുള്ളൂ. എന്നിട്ട് വീണ്ടും മിക്സി ജാറിലേക്ക് വെക്കുന്നു, അങ്ങ് അടിക്കുന്നു. അങ്ങ് അടിച്ച് പതപ്പിച്ച് പൊക്കിങ്ങി വരും. അപ്പോൾ പൊങ്ങി വന്ന പാടനെ കണ്ട അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എന്തായാലും ഒരു പാത്രത്തിലേക്ക് മാറ്റുക. അപ്പം മൊത്തം പാത്രത്തിലേക്ക് മാറ്റി അങ്ങനെ ചട്ടിയിലേക്ക് മൊത്തം പാടയും ആക്കിയതിന് ശേഷം നമുക്കത് സ്റ്റൗവിൽ വെച്ച് കൊടുക്കണം. അതിനായിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് കത്തിച്ച് കൊടുത്തു. നമ്മൾ ആ സ്റ്റൗവിലേക്ക് ആ ചട്ടിയിൽ നിന്ന് വെച്ച് കൊടുത്തു. ചട്ടി വെച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് നേരം അങ്ങനെ ഇരിക്കുമ്പം ഈ രൂപത്തിലാവും, കുറച്ച് വെള്ളം പോലെ ആവും. അത് നല്ലോണം കട്ടിയായി വരുമ്പോഴേ നമുക്ക് നെയ്യാവത്തുള്ളൂ. ഇത് ഏകദേശം ഒരു 5 മിനിറ്റ് അങ്ങ് ഇരിക്കുമ്പോൾ ഇതിൻ്റെ രൂപം ചെറുതായി മാറും. ഇത് ഏകദേശം ഒരു 15 മിനിറ്റ് ആകുമ്പോൾ നമുക്കിത് റെഡിയായി തന്നെ കിട്ടും. നല്ലോണം തിളച്ച് വന്നിട്ടുണ്ടോ, നല്ല തിളയ്ക്കുന്നുണ്ട്. അവിടെ കിടന്ന് നല്ലോണം തിളക്കട്ടെ കേട്ടോ. കുറച്ച് നേരം തിളച്ച് വരുമ്പോൾ നമുക്കിത് അതിൻ്റെ നിറം നന്നായി മാറുന്നത് കാണാൻ പറ്റും. ഇപ്പം നല്ലൊരു മഞ്ഞ നിറമായിട്ട് വന്നിട്ടുണ്ട്. അത് നല്ലോണം ആയിട്ടുണ്ട്. ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റായി. 10 മിനിറ്റ് ആയപ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ കുറച്ച് കട്ടകൾ രൂപപ്പെടുന്നുണ്ട്. ആ കട്ടകളൊക്കെ നല്ലോണം മൂക്കണം, എങ്കിലേ നെയ്യ് കേടാകാതിരിക്കുള്ളൂ. കട്ടകളൊക്കെ നല്ലോണം മൂത്ത് വരട്ടെ കേട്ടോ. അവിടെ കിടന്ന് നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, കുറച്ച് ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ട് ഇത് കരിച്ച് കളയരുത്. ഇതിലുണ്ടാകുന്ന ഈ കട്ടകളും കരടുകളും ഒക്കെ നമുക്ക് അരിച്ചങ്ങനെ എടുക്കാം. അപ്പം നമ്മുടെ അടിപൊളി നെയ്യ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.